ഹലോ മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജെ മക്കളെ, നമ്മൾ 8ാം ക്ലാസ്സുകാർ ഓൾറെഡി ഫോഴ്സ് ഫലത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, വോളിയം ചേഞ്ച് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ സൈസിൽ മാറ്റം വരുത്താൻ പറ്റും അല്ലെ, ഷേപ്പ് ആകൃതിയിൽ മാറ്റം വരുത്താൻ പറ്റും. സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്റ്റ് ആക്കാൻ പറ്റും. ഇനി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെങ്കിലും മോഷൻ ആക്കാൻ പറ്റും. ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അതിന്റെ യൂണിറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റയടിക്ക് വരും, സാറേ അത് ന്യൂട്ടൺ അല്ലേ, അത് എങ്ങനെയാണ് ശരിക്കും കിട്ടിയത്? F is equal to ma. അപ്പോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F equal to ma എന്നാണ്. ഇതിൽ M എന്ന് പറഞ്ഞാൽ മാസ് ആണ്, A എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, ത്വരണം എന്നൊക്കെ പറയും. അപ്പൊ ഇതിന്റെ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ഇൻറ്റു ആക്സലറേഷന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ന്യൂട്ടൺ എന്ന് പറയും. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ പറയുന്ന പേരെന്താണ്? ന്യൂട്ടൺ. ഓർത്തു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മളെ ഫോഴ്സിന്റെ SI യൂണിറ്റുകൾ പഠിച്ചു. ഇനി ഫോഴ്സിന്റെ CGS യൂണിറ്റ് എന്താ ചോദിക്കും? ഇത് കേൾക്കുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ എന്താ സ്റ്റെക്കം, സാർ എന്താണ് CGS? ഇത് കേൾക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ CGS യൂണിറ്റ് പറഞ്ഞാൽ C എന്ന് പറഞ്ഞാൽ അത് സെന്റിമീറ്റർ ആണ്, G എന്ന് പറഞ്ഞാൽ അത് ഗ്രാം ആണ്, S എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ CGS യൂണിറ്റിൽ ഇതേപോലെ തന്നെ F equal to ma, F equal to മാ, M എന്ന് പറഞ്ഞാൽ മാസ്, A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, ത്വരണം. ഈ മാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? CGS യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ഗ്രാം ആക്കി മാറ്റുന്നു. ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതിനെന്ത് ചെയ്യുന്നു? സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്കി മാറ്റുന്നു. ഇതിനെ നമ്മൾ പറയുന്ന പേര് ഡൈൻ എന്നാണ് പറയുക. എന്താ പേര് അറിയാ? അപ്പോ ഫോഴ്സിന്റെ CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡൈൻ, ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ന്യൂട്ടൺ. ഫോഴ്സിന്റെ CGS യൂണിറ്റ് ഏതാണ്? ഡൈൻ എന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് CGS യൂണിറ്റും അതേപോലെ തന്നെ SI യൂണിറ്റും, ഇതേപോലെ കുറേ യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ആദ്യമായിട്ടും കേൾക്കുക. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ വളരെ ആഴത്തിലും രസകരമായിട്ട് പഠിക്കാൻ നമ്മൾ സൈലത്തിന്റെ പുതിയൊരു ബാച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഫാൽക്കൺ ബാച്ച്. അതുകൊണ്ട് തന്നെ മക്കളെ, ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ് ഫാൽക്കൺ ബാച്ച്. വരാനിരിക്കുന്ന വലിയ പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് ഉഷാറാക്കണമെങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. അതിനുവേണ്ടിയാണ് നമ്മളെ ഫാൽക്കൺ ബാച്ച്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ് ആയാലും CBS ആയാലും ഏത് ബാച്ച് ആണെങ്കിലും ആ കുട്ടികൾക്ക് എന്ത് ചെയ്യുക? നമ്മളെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിക്കാം. വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ സിമ്പിളാക്കി മാറ്റി തരും. അപ്പോൾ ടൈം കളയണ്ട, ഫാൽക്കൺ ബാച്ച് പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ബൈ.